ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിന്ന് എളുപ്പത്തിൽ കുക്കറിലൊരു ബിരിയാണി ഉണ്ടാക്കി നോക്കിയാലോ. അതും ഒരു ചിക്കൻ ബിരിയാണി. അപ്പം അതിന് ആവശ്യമുള്ള സാധനങ്ങൾ: സ്ലൈസ്ഡായിട്ട് അരിഞ്ഞ കുറച്ച് സവാള, പച്ചമുളക്, കുറച്ച് തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ്, ലേശം ചിക്കൻ. പിന്നെ നമ്മൾ ഇന്നൊരു ബിരിയാണി മിക്സ് വെച്ചാണ് കേട്ടോ ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ മിക്സാണിത്. അതിലരിയും സംഭവങ്ങളെല്ലാം ഉണ്ട്. അങ്ങനെ അരി നമ്മൾ അരമണിക്കൂർ കുതിരാൻ വേണ്ടി വെച്ചു. അതിനകത്തുള്ള സാധനങ്ങളൊക്കെയാണ് ഇതിട്ട്: കുറച്ച് നെയ്യ്, അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, സ്പൈസസ്, ഒരു ചെറിയ അച്ചാർ, എസൻസ്, ബിരിയാണി മസാല എല്ലാം ഉണ്ട്. അങ്ങനെ നമ്മൾ നേരെ കുക്കറൊക്കെ അടുപ്പിലേക്ക് വെച്ചു. അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചു കൊടുത്തു. പിന്നീട് ലേശം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്ത ശേഷം നമ്മുടെ സ്പൈസസൊക്കെ ഇട്ടു കൊടുത്തതിനകത്തേക്ക് നമ്മളെ കിറ്റിലുണ്ടായിരുന്ന മുന്തിരിങ്ങ ഇട്ട് കൊടുത്തു. പിന്നീട് അതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തു. ഓർഡറൊക്കെ തെറ്റാണ് കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. അങ്ങനെ അതൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് കളറായ ശേഷം അതിലേക്ക് നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ഇട്ട് കൊടുത്തു. ആ പച്ചമുളക് മാറി വന്നപ്പോൾ നമ്മുടെ സവാള കുട്ടിനെ ഇട്ട് കൊടുത്തു. സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ലേശം ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ സവാളയൊക്കെ നല്ല രീതിക്കൊന്ന് വഴണ്ട് വന്ന ശേഷം നമ്മൾ അതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളി ഇട്ട് കൊടുക്കണം. അങ്ങനെ തക്കാളി ഇട്ട ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അങ്ങനെ നല്ല രീതിക്ക് സവാളയും തക്കാളി സ്പൈസസും എല്ലാം കൂടെ മിക്സായ ശേഷം അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം വീണ്ടും നന്നായി ഇളക്കി യോജിപ്പിക്കുക. പിന്നീട് നമുക്ക് ആവശ്യത്തിന് മുളക് പൊടി ഇടാം കേട്ടോ. ഞാൻ കുറച്ച് അധികം മുളക് പൊടി ഇട്ടിട്ടുണ്ട്, എനിക്ക് എരി ഇഷ്ടമായതുകൊണ്ട്. നിങ്ങൾക്ക് ആവശ്യത്തിന് എത്രയാണെന്ന് വെച്ചാൽ നിങ്ങൾ ഇട്ട് കൊടുക്കുക. അങ്ങനെ അതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം അതിലേക്ക് നമ്മുടെ ബിരിയാണി മിക്സിലുണ്ടായിരുന്ന ബിരിയാണി മസാലയും ഇട്ട് കൊടുത്തു. പിന്നെ നമ്മുടെ വീട്ടിലെ മസാലയൊക്കെ ഇട്ട് കൊടുത്തു. കുറച്ച് തൈര് ഒഴിച്ചു കൊടുത്തു. നന്നായിട്ട് യോജിപ്പിച്ച ശേഷം അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കഴുകി മാറ്റി വെച്ചിരുന്ന ചിക്കൻ പീസ് കൂടെ ഇട്ട് കൊടുത്തു. അങ്ങനെ ചിക്കൻ പീസൊക്കെ ഇട്ട് കൊടുത്ത ശേഷം വീണ്ടും നമ്മൾ ആ മിക്സ് ഒന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ നല്ല രീതിയിൽ ചിക്കനകത്ത് മസാലയൊക്കെ എല്ലാം ഒന്ന് പിടിക്കുന്നവരെ നല്ല രീതിക്ക് ഇളക്കി കൊടുക്കുക. നല്ല രീതിക്ക് ഇളക്കി ആ മസാലയും ചിക്കനും എല്ലാം യോജിച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് വേണ്ടുന്ന കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക. ലേശം ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം കുക്കർ അടച്ചു വെച്ചു. വിസിൽ വന്നു. നമ്മുടെ ചിക്കൻ വെന്തിട്ടുണ്ട്. പിന്നെ കുക്കറിൻ്റെ അടപ്പൊക്കെ മാറ്റിയ ശേഷം നമ്മൾ കുതിർക്കാൻ വെച്ചിരുന്ന അരിയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അങ്ങനെ അരി ഇട്ട ശേഷം നല്ല രീതിയിൽ ചിക്കനും അരിയും എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ശേഷം വീണ്ടും നമ്മൾ കുക്കർ അടച്ച് വെക്കുകയാണ്. അങ്ങനെ കുക്കറൊക്കെ അടച്ച് വെച്ച് ചിക്കനും അതെല്ലാം ഒന്ന് സെറ്റ്. കുറച്ച് വെള്ളം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അരി വേവാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. കൂടിപ്പോയി കഴിയുകയാണെങ്കിൽ ചിലപ്പോൾ കുഴഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. പിന്നീട് നമ്മൾ അരി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് സൈഡ് ഡിഷ് ആയിട്ടുള്ള പപ്പടം, പിന്നീട് നമ്മൾ ബിരിയാണിയോടെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള പപ്പടമൊക്കെ പൊള്ളിച്ചെടുത്തു. ബാക്കി വരുന്ന ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചാൽ എണ്ണ വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. ബിരിയാണി വെന്ത് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ബിരിയാണി വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ ആവിയൊക്കെ കളഞ്ഞു. നമ്മൾ കുക്കർ ഒന്ന് തുറന്ന് നോക്കിയിട്ട് നമ്മുടെ ബിരിയാണി നമ്മൾ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ബിരിയാണി ഒഴിച്ചു കൊടുത്ത് വീണ്ടും അടച്ചു വെച്ചു. സൈഡ് തുറന്നപ്പോൾ വന്ന് നമ്മുടെ സൂപ്പർ ചിക്കൻ ബിരിയാണി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. സൂപ്പർ.